ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് മൗനരാഗത്തിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ ബകാസുരന്റെ അടുത്ത് സഹോദരി വന്ന് സംസാരിക്കുകയാണ്. അപ്പൊ രൂപയാണെങ്കിലോ ഇല്ലാത്ത കള്ളത്തരം മുഴുവനും ചെയ്തു കിടക്കുന്ന ഈ മനുഷ്യനെ കാണാൻ വന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഭിനയിക്കണമല്ലോ. അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അവളങ്ങ് ചെയ്യുകയാണ്. അപ്പം ഏട്ടനെ കണ്ടതും ഏട്ടനെ നല്ല കുഞ്ഞനുജത്തിയായിട്ട് ഏട്ടന്റെ ഈ ദുഃഖങ്ങളിലെല്ലാം പങ്കുചേരുന്ന പുന്നാര പെങ്ങളായിട്ട് രൂപ തകർത്താടുകയാണ്. പക്ഷെ ഈ ബകാസുരൻ ഇതൊന്നും പിടികിട്ടുന്നില്ല. ബകാസുരൻ വിചാരിച്ചിരിക്കുന്നത് എന്റെ ഈ അവസ്ഥയിൽ ഏറ്റവും അധികം ദുഃഖിക്കുന്നത് എന്റെ പെങ്ങള് തന്നെയാണ് എന്നും പറഞ്ഞ് തന്റെ രൂപയുടെ കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. അപ്പൊ രൂപയാണെങ്കിലോ നിനക്ക് ഇതല്ലടാ കിട്ടേണ്ടത്, ഇതിന്റെ അപ്പുറത്തെ കാര്യങ്ങളാണ് നിന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഇവൾ ഇങ്ങനെ മനസ്സിലാലോചിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഡോക്ടർ വരിക. അപ്പൊ ഡോക്ടർ വരുമ്പോഴത്തേക്കിനും ഡോക്ടറിന്റെ അടുത്ത് നീ ഒന്ന് പറയുമെന്നും പറഞ്ഞ് രൂപയെ കൊണ്ട് കാര്യങ്ങൾ പറയിപ്പിക്കുക. ഡോക്ടറെ, എന്റെ ഏട്ടന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല, പിന്നെ എൻ്റെ ഏട്ടനെ എന്തിനാ ഇവിടെ നിങ്ങൾ ഇങ്ങനെ കിടത്തിയിരിക്കുന്നതെന്ന് രൂപ ചോദിക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്, എനിക്കും തോന്നി പ്രത്യക്ഷത്തിൽ ഇയാൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അതുകൊണ്ട് 2 ദിവസത്തിനുള്ളിൽ ഇയാളെ വിടാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തോളാന്നും പറഞ്ഞ് ഡോക്ടർ അവിടുന്ന് പോകുമ്പോഴത്തേക്കിനും നമ്മുടെ രൂപയാണെങ്കിലോ ഏട്ടനെ ഇങ്ങനെ വയ്യാണ്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഭക്ഷണം പോലും മര്യാദക്ക് കഴിക്കാൻ പറ്റുന്നില്ല ഏട്ടാ, ഇനി എന്താ ചെയ്യേണ്ടത്? ഏട്ടൻ ഇങ്ങനെ കിടക്കുമ്പം ഒരിക്കലും ഏട്ടൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഭൂലോക അഭിനയം. അപ്പോഴത്തേക്കിനും ബകാസുരനാണെങ്കിലോ എടി എൻ്റെ ഈ അവസ്ഥയിൽ എൻ്റെ ഭാര്യയ്ക്കും മകൾക്കും പോലും ദുഃഖമില്ല, അവരാ മനോഹറിന്റെ കൂടെ കൂടി എന്നെ ഈ വിധം ഇട്ട് കൊല്ലാക്കൊല്ല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് രൂപ നീ ഒന്നുകൂടി ഡോക്ടറിന്റെ അടുത്ത് പോയി സംസാരിച്ചിട്ട് എന്നെ എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാക്കണേന്നും പറഞ്ഞ് പെങ്ങളെ പറഞ്ഞങ്ങ് വിടുകയാണ്. അപ്പൊ രൂപയാണെങ്കിലോ ഡോക്ടറിന്റെ അടുത്ത് എത്തിയതും ഡോക്ടറിനോട് പറയുന്നുണ്ട്, ഡോക്ടറെ അതെ അന്നേരം കണ്ടപ്പോൾ ഞാൻ കാര്യങ്ങളൊന്നും വിശദമായിട്ട് പറയാതിരുന്നതാണ്. എൻ്റെ ഏട്ടന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, പുള്ളിക്കാരൻ്റെ സ്വഭാവത്തിൽ മുഴുവനും മാറ്റങ്ങളാണ്, ചിലപ്പം നല്ല രീതിയിലിരിക്കും, ചില സമയത്താണെങ്കിലോ വയലൻ്റ് ആവും, അതുകൊണ്ട് ഡോക്ടർ വേണ്ട രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഡോക്ടർ അത് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഡോക്ടറോട് രൂപ പറയുന്നുണ്ട്, ഡോക്ടറെ കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ കഴുത്തിന് കത്തി വെച്ചു, പക്ഷേ അത് ഏട്ടൻ ഓർമ്മ പോലും ഇല്ല, അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഏട്ടൻ ഇപ്പോൾ ഉള്ളത്, അതുകൊണ്ട് തന്നെ ഡോക്ടർ ഏട്ടൻ പറയുന്നത് പൂർണ്ണമായിട്ടും വിശ്വസിക്കണ്ട, പിന്നെ ഏട്ടൻ്റെ മുമ്പ് വെച്ച് ഞാൻ അതൊക്കെ പറഞ്ഞാൽ ഏട്ടൻ അത് ഫീൽ ചെയ്യില്ലേ, അതുകൊണ്ട് ഡോക്ടറെ ഷോക്ക് കൊടുക്കാനുണ്ടെങ്കിൽ ധാരാളം ഇട്ട് കൊടുത്തോ, ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞ് രൂപയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് അവിടുന്ന് പോരുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തോളാം, നിങ്ങൾ എന്തായാലും ഒരു കാരണം വെച്ചാലും പേടിക്കേണ്ട കേട്ടോ എന്നും പറഞ്ഞ് രൂപയെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെതാ അത് കഴിയുമ്പോൾ രൂപ നേരെ നമ്മുടെ ബകാസുരന്റെ അടുത്ത് വന്നിട്ട് പുള്ളിയോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെ ഏട്ടാ, അതെ ഡോക്ടറെ കണ്ട് ഞാൻ പ്രത്യേകം സംസാരിച്ചിട്ടുണ്ട്, ഡോക്ടർ പറഞ്ഞു നാളെ തന്നെ ഏട്ടനെ ഡിസ്ചാർജ് ചെയ്യാന്ന്, അതുകൊണ്ട് നമുക്കിനി സമാധാനമായിട്ട് വീട്ടിലേക്ക് പോവാമല്ലോ. പിന്നെ ഇപ്പതാ സരയും അതുപോലെ തന്നെ ചാരി ചേച്ചിയും ഒക്കെ വിഷമത്തിൽ തന്നെയാണ്, അവരുടെ സങ്കടങ്ങളും ഒക്കെ മാറുമല്ലോ. ഉടനെ തന്നെ ആയിക്കോട്ടെ രൂപേ, നീ എന്തായാലും എന്നെ കാണാൻ വന്നല്ലോ, അല്ലടി എങ്ങനെയാണ് നിന്റെ ഭർത്താവിനെ കൊല്ലുന്ന കാര്യം? അതിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് വഴി ആലോചിക്കാം, ഇപ്പൊ എന്തായാലും ഏട്ടൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങണം, അത് മാത്രമാണ് എൻ്റെ ആഗ്രഹമെന്നും പറഞ്ഞ് രൂപ ഇങ്ങനെ നമ്മുടെ രാഹുലിനെ സമാധാനിപ്പിക്കുമ്പോഴത്തേക്കിനും എന്നാ ഇപ്പൊ മോള് പോയിക്കോന്നും പറഞ്ഞ് ചേട്ടൻ അനിയത്തിക്ക് ടാറ്റ കൊടുത്ത് വിടുകയാണ്. അങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോഴാണെങ്കിലോ നമ്മുടെ വിക്രത്തിന്റെ കൂട്ടുകാരും കൂടി നിന്ന് ഭയങ്കര ഗൂഢാലോചന. കാര്യം മറ്റൊന്നുമല്ല, എന്തായാലും ഇനി ഇങ്ങനെയൊക്കെ പോയിട്ട് ഒരു കാര്യമില്ലല്ലോ, ഭാര്യയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത് മുഴുവനും കുത്തുവാക്കും അതുപോലെ തന്നെ ചീത്തയും മാത്രമാണ്, വേണ്ടി വന്ന അവള് തന്നെ കയ്യേറ്റം ചെയ്യുമെന്നുള്ള കാര്യം വരെ വിക്രം കൂട്ടുകാരുടെ അടുത്ത് പറയുക. അളിയൻ ഞങ്ങളുടെ ഒപ്പം നിന്നേച്ചതല്ലേ, പിന്നെ എന്തിനാ, അളിയൻ കുറച്ചു നാളത്തേക്ക് നന്നായി പോയി, അതുകൊണ്ട് മാത്രമാണ്, ഇല്ലെങ്കിലുണ്ടല്ലോ ഇന്ന് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കയ്യിൽ നിന്നേനെന്ന് പറയുക. അപ്പം ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എന്നാ ചെയ്യാനാ, ഇനി പഴയതുപോലെ തന്നെ കക്കാൻ ഇറങ്ങാം, അതല്ലാതെ വേറൊരു മാർഗവും ഇല്ല എന്നും പറഞ്ഞ് വിക്രം അവന്മാരുടെ കൂടെ അങ്ങ് കൂടുകയാണ്. അല്ല അതിന് പറ്റിയ വീട് വല്ലതും കണ്ടുവച്ചിട്ടുണ്ടോ? എന്തിന് നമ്മൾ അധികം തിരക്കി നടക്കുന്നു, നമുക്ക് പറ്റിയൊരു വീടുണ്ടല്ലോ, എൻ്റെ മുൻ ഭാര്യയും അവളുടെ ഭർത്താവും ഇപ്പൊ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ, അതുകൊണ്ട് അവളുടെ വീട്ടിൽ തന്നെ കയറാം, അതാകുമ്പോൾ വീടും പരിസരവും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ കൂട്ടുകാർക്കും വലിയ സന്തോഷമൊക്കെ ആയി. ഇനിയിപ്പം സോണിക്കിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു കൊട്ടെന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണല്ലോ, അതുകൊണ്ട് വിക്രം സോണിയുടെ വീട്ടിൽ കക്കാൻ കയറാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഒരു കള്ളന്റെ ഫുൾ സെറ്റപ്പിൽ നമ്മുടെ വിക്രം കൂട്ടുകാരും കൂടി സോണിയുടെ വീട്ടിൽ പഠിക്കലെത്തി. ഗേറ്റ് പതിയെ ചാടി കടന്ന് അകത്ത് കയറുന്ന സമയത്താണെങ്കിലോ അവളും അവളുടെ ഭർത്താവും കൂടി ഹണിമൂൺ ആഘോഷിക്കുമായിരിക്കും.
അവളുടെ അച്ഛനും അമ്മയും ഒക്കെ കൂടി ആ കൊച്ചിനെ ഇവിടുന്ന് കൊണ്ടുപോയി. എൻ്റെ കൊച്ചാണ്, മകനും മകളും ഒക്കെ നല്ലതുപോലെ സന്തോഷിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. എന്തായാലും നമ്മളെ ഇന്ന് ഇവിടെ തടുക്കാനായിട്ട് അധികം ആൾക്കാരൊന്നും കാണില്ല, ഇവളും അവനും മാത്രമേ ഉണ്ടാവുള്ളൂ എന്നും പറഞ്ഞ് പുള്ളിക്കാരനാണെങ്കിൽ ദേ നീ അകത്ത് പോയിട്ട് അടുക്കളയിലെ കുറ്റി എടുക്കണം, ഞാൻ ആ സമയത്ത് അങ്ങോട്ട് വന്നോളാന്നും പറഞ്ഞ് ഒരുത്തനെ ചുമതലപ്പെടുത്തുകയാണ്. അങ്ങനെ അവനാണെങ്കിലോ പറഞ്ഞതുപോലെ അടുക്കള വാതിൽ തുറന്ന് അകത്ത് കിടക്കുക. അപ്പൊ ഈ സമയത്താണെങ്കിലോ നമ്മുടെ സോണിയും ആൽബിയും നല്ല ഉറക്കം ഉറങ്ങുകയാണ്. അങ്ങനെതാ അവര് കിടക്കുന്ന ആ ഒരു റൂമിലേക്ക് വിക്രവും കൂട്ടുകാരും എത്തിയ പാടെ തന്നെ കിടക്കണ കിടപ്പ് കണ്ടില്ലേ, ഒരൊറ്റ കുത്തിന് കൊല്ലാനാ തോന്നുന്നതെന്നും പറഞ്ഞ് വിക്രം ഇങ്ങനെ മനസ്സിൽ പിറുപിറുക്കുമ്പോഴത്തേക്കിനും ദേ ഇനി ഇവിടെ അധിക സമയം നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ വന്ന കാര്യം നടത്തിയിട്ട് നമുക്ക് തിരികെ പോകാമെന്നും പറഞ്ഞ് അവന്മാർ അലമാര കുത്തി തുറക്കാൻ തുടങ്ങുന്ന സമയത്ത് പതിയെ അവിടെ ഇരുന്നൊരു സാധനം താഴെ വീഴുകയാണ്. അപ്പൊ ഇത് വീണ ഒച്ച കേട്ട് നമ്മുടെ സോണി ഞെട്ടി എഴുന്നേറ്റു. നോക്കുമ്പോ ആരൊക്കെയോ റൂമിൽ നിൽക്കുന്ന കാഴ്ച. പെട്ടെന്ന് തന്നെ ആൽബിയോട് എഴുന്നേക്കാൻ പറഞ്ഞു. ആൽബി ചാടി എഴുന്നേറ്റു. അങ്ങനെ നമ്മുടെ വിക്രവും കൂട്ടുകാരും ഒക്കെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ആൽബിയായിട്ട് മൽപ്പിടുത്തം നടത്തുന്ന സമയത്താണെങ്കിലോ വിക്രം എന്ന് പറയുന്ന ആ ദുഷ്ടൻ 1-2 അടി നമ്മുടെ സോണിക്കിട്ടും കൊടുത്തു. സോണിയും പിടിച്ചു മാറ്റാൻ ചെന്നിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. കൂട്ടുകാർ രണ്ടുപേരും കൂടെ എസ്കേപ്പായി. അവന്മാർ അങ്ങോട്ട് മാറിപ്പോയി നിൽക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ വിക്രം തന്റെ കയ്യിൽ കരുതിയിരുന്ന ടോർച്ച് എടുത്ത് വെച്ച് ആൽബിയുടെ തലമണ്ട അടിച്ചു പൊട്ടിക്കുകയാണ്. അങ്ങനെ ആൽബി വേദന കൊണ്ട് പൊളഞ്ഞു താഴെ വീഴുമ്പോഴത്തേക്കിനും സോണി അത് നോക്കാൻ പോവുക. അപ്പൊ പെട്ടെന്ന് തന്നെ ഇവന്റെ നെറ്റിയിൽ നിന്നും ബ്ലഡൊക്കെ വരുമ്പോഴത്തേക്കിനും സോണി പെട്ടെന്ന് പേടിച്ചിട്ട് അവളുടെ ഒരു ചുരിദാറിന്റെ ഷോൾ എടുത്ത് കെട്ടുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവനെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കിനും ഈ കള്ളന്മാര് 3 പേരും കൂടി അപ്പുറം മാറി ഒളിച്ചു നിൽക്കുകയാണ്. അപ്പം സോണിയും ഭർത്താവും ഒക്കെ കൂടി വീട്ടിൽ നിന്നും മടങ്ങിയെന്ന് മനസ്സിലാവുമ്പോഴത്തേക്കിനും വിക്രമാണെങ്കിലോ അവൾ അവനുമായിട്ട് ആശുപത്രി പോയിട്ടുണ്ട്, ഇനി എന്തായാലും നമുക്ക് ധൈര്യമായിട്ട് പോയി സാധനങ്ങൾ അടിച്ചെടുക്കാമെന്നും പറഞ്ഞ് ഇവരുടെ റൂമിൽ കയറി അലമാരി തുറന്ന് അതിനകത്ത് നിന്നും സോണി ഇട്ടിരുന്ന അതെല്ലാം ഇങ്ങ് പൊക്കുകയാണ്. അപ്പം ഓരോ സാധനങ്ങൾ എടുത്ത് കട്ടിലയിലേക്ക് കുടഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കിനും അവൾ എത്രമാത്രം അഹങ്കരിച്ചതാണ്, എൻ്റെ ജീവിതം ചവിട്ടി അരച്ചവളാണ്, അവൾക്ക് ഇത് തന്നെയാണ് വേണ്ടത്, എന്തായാലും ഇനിയിപ്പോൾ കുറച്ചു കാലത്തേക്ക് നമുക്ക് ലാവിഷായിട്ട് ജീവിക്കാമെന്നും പറഞ്ഞ് ഇവന്മാരതൊക്കെ കൂടി വാരി പൂട്ടിയെടുക്കുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് കിരണും കല്യാണിയും നല്ല ഉറക്കാട്ടോ. ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും കിരണിന്റെ ഫോൺ ഇങ്ങനെ ബെല്ലടിക്കുക. അപ്പോഴത്തേക്കിനും കിരൺ ആണെങ്കിൽ ചേട്ടാ ഇതാരാണ് ഈ രാത്രി വിളിക്കുന്നതെന്ന് വിചാരിച്ച് പെട്ടെന്ന് ഫോൺ എടുക്കുമ്പോഴത്തേക്കിനും സോണിയുടെ കോളാ. അയ്യോ സോണി ഇതെന്തിനെങ്കിലും പാതിരാത്രി വിളിക്കുന്നതെന്ന് വിചാരിച്ച് ഫോൺ എടുക്കുമ്പോഴാണ് അവന് നടന്ന അപകടങ്ങളും കാര്യങ്ങളും എല്ലാം സോണി നമ്മുടെ കിരണിന്റെ അടുത്ത് പറയുന്നത്. അപ്പൊ കിരൺ പെട്ടെന്ന് തന്നെ കല്യാണിയോട് പറയുകയാണ് സോണിയുടെ വീട്ടിൽ കള്ളൻ കയറിയെന്നും അത് ആൽബിയെ അപകടപ്പെടുത്തിയിട്ടാണ് അവന്മാര് പോയത് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ ഇവർ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ കള്ളന്മാര് കിട്ടിയ സാധനങ്ങളെല്ലാം എടുത്തു പൂട്ടി അവന്മാരുടെ പാട്ടിന് പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ മൗനരാഗത്തിന്റെ വിശേഷം അവസാനിക്കുന്നത്. അപ്പം എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്